നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ എല്ലാ വീടുകളിലും സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് തേങ്ങ. ദിവസവും ഒരു തേങ്ങയെങ്കിലും എടുക്കാനില്ലാത്ത ഒരു വീട് ഇന്ന് നമ്മുടെ നാട്ടിലുണ്ടാവില്ല അല്ലേ? എന്നാൽ തേങ്ങയുടെയും തേങ്ങാവെള്ളത്തിൻ്റെയൊക്കെ പ്രാധാന്യം നമ്മൾ മലയാളികൾ വേണ്ടതുപോലെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ തേങ്ങാവെള്ളം ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളും അതെങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ലെറ്റ്സ് ലേണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കം ഓൺ, ലെറ്റ്സ് ലേൺ. നമ്മുടെ പ്രകൃതിയിൽ നിന്ന് തന്നെ സുലഭമായിട്ട് കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ യാതൊരു മായവും ഇതിൽ കലരുന്നില്ല എന്നതാണ് തേങ്ങാവെള്ളത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. തേങ്ങാവെള്ളത്തേക്കാൾ കൂടുതൽ പോഷക ഗുണം ഇളനീർ അഥവാ കരിക്കിൻ വെള്ളത്തിലാണെന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ കലോറി വളരെ കുറവാണ്, പക്ഷേ സോഡിയം, പൊട്ടാസ്യം, വൈറ്റമിൻസ് അഥവാ ജീവകങ്ങൾ, ധാതുലവണങ്ങൾ ഇതൊക്കെ ധാരാളമായി കാണപ്പെടുന്നുണ്ട്. 4 നേന്ത്രപ്പഴത്തിന് തുല്യമായ അളവിലാണത്രേ ഒരു കരിക്കിൻ വെള്ളത്തിലെ പൊട്ടാസ്യത്തിൻ്റെ അളവ്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ കൂട്ടുകാരെ, നമ്മുടെ തൊടിയിൽ വെറുതെ വീണ് കിടക്കുന്ന നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു കരിക്കിന് ഇത്രയും ഗുണങ്ങളുണ്ടാവുമോ? നമ്മളിത് അറിയുമായിരുന്നോ മുന്നേ? അപ്പോൾ ഇനി നമുക്ക് ഗർഭിണികളായ സ്ത്രീകൾ ഈ തേങ്ങാവെള്ളമോ അല്ലെങ്കിൽ ഇളനീരോ കുടിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് എണ്ണി പറഞ്ഞാലോ? ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഗർഭാവസ്ഥയിൽ ആവശ്യമായ ഇലക്ട്രോലൈറ്റ്സ് നൽകുന്നു. നമുക്കറിയാം, ഒരുവിധം എല്ലാ ഗർഭിണികൾക്കും ഉണ്ടാകുന്നതാണ് മോർണിംഗ് സിക്നസ് അഥവാ ഓക്കാനം, ഛർദി, വയറിളക്കം. ഇതൊക്കെ പലർക്കും ഉണ്ടാകുന്നതാണ്. ഇതിലൂടെയൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരുപാട് ജലം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. പലരും പച്ചവെള്ളം കുടിച്ചാൽ തന്നെ ഛർദ്ദിക്കുന്നവരുമാണ്. എന്നാൽ കരിക്കിൻ വെള്ളം കുടിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ജലാംശം റീസ്റ്റോർ ചെയ്യുവാനും അതേപോലെ ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ ബാലൻസായി നിർത്തുവാനും അതുമാത്രമല്ല നമ്മുടെ ശരീരത്തെ എപ്പോഴും ഒന്ന് കൂളാക്കി നിർത്താനും ഒരു തണുപ്പ് പ്രദാനം ചെയ്യുകയും കൂടി ഇളനീര് അല്ലെങ്കിൽ തേങ്ങാവെള്ളമൊക്കെ ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് മൂത്രതടസ്സം മാറ്റുന്നു. ഗർഭിണിയുടെ വയറിൻ്റെ വലിപ്പവും അതിൻ്റെ വെയിറ്റും കാരണമൊക്കെ ഈ ഗർഭിണികളുടെ മൂത്രവിസർജന വ്യവസ്ഥയിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. ചിലർക്ക് മൂത്രതടസ്സം അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ മറ്റ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്, മൂത്രനാളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫെക്ഷൻസ്, ചൊറിച്ചിൽ, ഡ്രൈനസ് അതൊക്കെ കണ്ടുവരുന്നുണ്ട്. കരിക്കിൻ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം, സോഡിയം, മഗ്നീഷ്യം തുടങ്ങിയവ മൂത്രവിസർജനത്തിന് സഹായിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ കരിക്കിൻ വെള്ളം കുടിക്കുന്നതിലൂടെ കൃത്യമായി മൂത്രമൊഴിക്കാനും അതുവഴി നമ്മുടെ മൂത്രനാളിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുവാനും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് കുറയ്ക്കുവാനും ഇത് സഹായിക്കുന്നു. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് ഇത് മലബന്ധം, ദഹനക്കുറവ്, അസിഡിറ്റി എന്നിവയൊക്കെ ഇല്ലാതാക്കുന്നു എന്നത്. നമുക്കറിയാം, ഗർഭിണികളിലെ ഏറ്റവും പ്രധാന പ്രശ്നമാണ് മലബന്ധവും ദഹനക്കുറവും കൂടെ വരുന്ന അസിഡിറ്റിയുമൊക്കെ. എന്നാൽ കരിക്കിൻ വെള്ളത്തിൽ ഒരുപാട് നാര് ഘടകങ്ങൾ അഥവാ ഫൈബേഴ്സ് ഇട്ടുണ്ട്. ഇത് കഴിക്കുന്നതിലൂടെ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ, നമ്മുടെ ദഹനേന്ദ്രിയത്തെ ഇത് നന്നായിട്ട് പരിപോഷിപ്പിക്കുന്നു. അതിലൂടെ നമ്മുടെ ദഹനം സുഗമമായിട്ട് നടക്കാനും ദഹനം നടക്കുമ്പോഴേക്ക് തന്നെ നമുക്ക് അസിഡിറ്റി ഇല്ലാതാവുന്നു, അതേപോലെ മലബന്ധം ഇല്ലാതാവുന്നു. അങ്ങനെ ദഹനക്കുറവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വയറ്റിൽ പുണ്ണ്, അങ്ങനെ പല പ്രശ്നങ്ങളും ഇല്ലാതാവുന്നു. കരിക്കിൻ വെള്ളത്തിൻ്റെ മറ്റൊരു ഗുണമാണ് ഇത് അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. അത് നമുക്കറിയാം, ഗർഭകാലത്ത് പെട്ടെന്നുണ്ടാവുന്ന അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കുറവ് അത് അമ്മയ്ക്കും കുട്ടിക്കും ഒരുപോലെ ദോഷം ചെയ്യുന്നതാണ്. ഈ ഒരു കുറവ് പരിഹരിക്കാൻ കരിക്കിൻ വെള്ളം ഡെയിലി കുടിക്കുന്നത്, കരിക്കിൻ വെള്ളം മാത്രമല്ല ഏതൊരു ഫ്ലൂയിഡും, കഞ്ഞിവെള്ളമാവട്ടെ, കരിക്കിൻ വെള്ളമാവട്ടെ, മറ്റ് ജ്യൂസസ് ആവട്ടെ, അതൊക്കെ ഡെയിലി കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് മാത്രമല്ല കരിക്കിൻ വെള്ളത്തിൻ്റെ ഗുണങ്ങൾ, മറ്റൊരുപാട് ഗുണങ്ങളുണ്ട്. അത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ നന്നായിട്ട് പരിപോഷിപ്പിക്കുന്നുണ്ട്, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു, അങ്ങനെ നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ കരിക്കിൻ വെള്ളത്തിന് വേറെയുമുണ്ട്. ഇനി നമുക്ക് കരിക്കിൻ വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൂടി പറയാം. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫ്രഷ് ആയിട്ടുള്ള കരിക്ക് കുടിക്കുക എന്നുള്ളത്.
ഗർഭിണികൾ എപ്പോഴും ഫ്രഷ് ഫുഡ് കഴിക്കണം എന്നാണ് പറയുക. ഫ്രിഡ്ജിൽ വെച്ചതോ അല്ലെങ്കിൽ ചീത്തയായതോ ആയിട്ടുള്ള ഫുഡൊന്നും അവർ കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ പോയിട്ട് 3, 4, 5 ദിവസം പഴക്കമുള്ള കരിക്ക് വാങ്ങിക്കൊണ്ടുവന്ന് കുടിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ച് 1, 2, 3 ദിവസം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള കരിക്കിൻ വെള്ളം കുടിക്കുന്നതിന് പകരം നമ്മുടെ തൊടിയിൽ നിന്നോ അല്ലെങ്കിൽ അടുത്ത വീടുകളിൽ നിന്നോ എവിടെ നിന്നൊക്കെ കിട്ടുന്ന ഫ്രഷ് കരിക്ക് തന്നെ കുടിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളൊരു ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിൽ നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം മാത്രം കരിക്ക് കുടിക്കുക കേട്ടോ. ഇടയ്ക്ക് ഒരു കരിക്കൊന്നും കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾ ഡെയിലി കുടിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഷുഗർ ലെവലിനെ തീർച്ചയായിട്ടും ബാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ മറ്റൊരു നല്ല ടോപ്പിക്കുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ. തീർച്ചയായിട്ടും നല്ലൊരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ വരാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ.